ഗൈസ്, സ്നേഹ മിസ്സാണ്. ഹിന്ദിയാണ് എടുക്കുന്നത്. എനിക്കറിയാം 5ാം ക്ലാസ്സിലെ എക്സാമിന് വേണ്ടി തകർത്ത് തിമിർത്ത് പഠിച്ചുകൊണ്ടിരിക്കുക മക്കളെ എന്നുള്ളത്. നമ്മുടെ ലക്ഷ്യം എന്താ? ഹിന്ദിയിൽ ഫുള്ള് മാർക്ക് മേടിക്കണം എന്നുള്ളതാ അല്ലേ? അപ്പോൾ ഹിന്ദിയിൽ ഫുള്ള് മാർക്ക് മേടിക്കാനുള്ള ചെറിയ പൊടിക്കൈ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മിസ് പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക. മിസ് പറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്തോളാം? റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോളാം കേട്ടോ. അപ്പോൾ എന്താണ് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു കഥ രൂപത്തിൽ പഠിക്കാം അല്ലേ? എന്താണ്? ഒരു കഥ രൂപത്തിൽ നമുക്ക് പഠിക്കാം. നമ്മുടെ കഥ എന്ന് പറയുന്നത് എന്താണ്? കാട്ടിലേക്കുള്ളൊരു യാത്രയാണ്. എന്താണ്? കാട്ടിലേക്കുള്ളൊരു യാത്ര അല്ലേ? ജംഗൽ കി ഓർ. അവിടെ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങളെ കാണും അല്ലേ? എന്താണ്? അപ്പുറത്തുപ്പുറത്തൊക്കെ ഒരുപാട് മൃഗങ്ങളെ കാണും. ആ മൃഗങ്ങളൊക്കെ നമുക്ക് എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആനുവൽ എക്സാമിന് ഉണ്ടല്ലോ നമുക്ക് ഈ മൃഗങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ മൃഗങ്ങളെയൊക്കെ പഠിക്കണം അല്ലേ? പേടിക്കണ്ട, മിസ് ഉണ്ടല്ലോ. ഇപ്പം ഈ വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ മൃഗങ്ങളൊക്കെ പഠിക്കുന്നു. മിസ്സിൻ്റെ കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയണം അല്ലേ? നോക്കിക്കേടാ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളൊരു ഡൗട്ടും കൂടി മക്കൾക്ക് ഉണ്ടാവില്ലേ? പേടിക്കേണ്ടടാ, മിസ് പറഞ്ഞുതരും അല്ലേ? നോക്കിക്കേ, ചിത്ര കെ സ്ഥാൻ ഉപ്പർ എങ്ങനെ വരികയെന്നറിയോ? ചിത്ര കെ സ്ഥാൻ ഉപ്പർ ശബ്ദ് ജോഡോ. ഒന്നുമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്ത്? ചിത്രത്തിൻ്റെ സ്ഥാനത്ത് എന്താണ്? ശബ്ദ് ജോഡു. ശബ്ദ് ജോഡു എന്ന് വെച്ചാൽ എന്താ? ശബ്ദം എടുത്ത് എഴുതാൻ ഒന്നുമില്ല മക്കളെ. ഈ ചിത്രത്തിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുണ്ടല്ലോ. ഈ ആൾ ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? പറഞ്ഞാൽ മാത്രം മതി അല്ലേ? ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ആ പിക്ചറിൽ കാണുന്ന ആളില്ലേ? ആ ആൾ ആരാന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നിങ്ങൾ എഴുതിയെടുത്തോളാം അല്ലേ? എഴുതി വെക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരാണ് കാണുന്നത് എന്നുള്ളത് അല്ലേ? അപ്പോൾ നോക്കി, എന്താണ്? ചിത്രയ്ക്ക് സ്ഥാനം പർ ശബ്ദ ജോഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുകയോ ഇല്ല. ചിത്രത്തിൽ കാണുന്ന ആളെ എന്താണ് എടുത്ത് എഴുതാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോവാം അല്ലേ? കഥയിലൂടെ നമ്മൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുകയെ ആ ആൾക്കാരൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. നോക്കിക്കേടാ, വിനു ഏക് ദിൻ. വിനു ഏക് ദിൻ എന്ന് വെച്ചാൽ എന്താ? വിനു ഒരു ദിവസം. നമ്മുടെ കഥാപാത്രത്തിന്റെ പേരാണ് എന്ത്? വിനു അല്ലേ? വിനു ഏക് ദിൻ ഒരു ദിവസം എന്ത് ചെയ്തടാ? ഡാഷ് पर बैठकर जंगल जा रहा था. ഡാഷ് पर बैठकर जंगल जा रहा था. ജംഗൽ എന്ന് വെച്ചാൽ എന്താന്ന് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ? എന്താണ്? കാടാണല്ലേ? കാട്ടിലേക്ക് എന്തായിരുന്നു? പോവായിരുന്നു ആര്? നമ്മുടെ വിനു അല്ലേ? ഈ ഡാഷ് എന്താടാ? പിക്ചറിൽ ഈ ഓടി നടക്കുന്ന ആൾ ആരാണ്? ആരാണ്? ആനയാണല്ലേ? എന്താണ്? ആനയാണ്. മക്കൾ ആന എന്നാണോ എഴുതി വെക്കുക? ഹിന്ദി എക്സാമിൽ നമ്മൾ ആന എന്നാണോ എഴുതണ്ടേ? അല്ലല്ലേ? നമ്മൾ പേര് എഴുതി കൊടുക്കണം. ഇത് ആരാണടാ? ഇത് ഹാത്തിയാണല്ലേ? എന്താണ്? ഹാത്തിയാണ്. മിസ്സിന്റെ കൂടെ പറഞ്ഞ ആനയ്ക്ക് എന്താ ഹിന്ദി പറയുന്നേ? ഹാത്തി എന്നാണ് അല്ലേ? അപ്പൊ നമ്മുടെ വിനു എന്ത് ചെയ്തു? ഹാത്തി പുറത്തിരുന്നിട്ട് ബാഡ്കർ ഇരുന്നിട്ട് ഇങ്ങനെ ജംഗലിലേക്ക് ഇങ്ങനെ പോവാണ് അല്ലേ? വഴിക്ക് രണ്ടാൾക്കാരെയും കൂടി കാണുന്നുണ്ട്. അതാരൊക്കെയാ? നോക്കിക്കേടാ, രാസ്തേമ അല്ലേ? രാസ്തേമ എന്ന് വെച്ചാൽ എന്താ? രാസ്ത എന്ന് വെച്ചാൽ വഴി എന്നാണ് കേട്ടോ അർത്ഥം. എന്താണ്? രാസ്ത എന്ന് വെച്ചാൽ വഴി എന്നാണ് അർത്ഥം അല്ലേ? അപ്പൊ രാസ്തേമേ വഴിയിൽ രണ്ടാൾക്കാരെ കാണുകയാണ്. ആരൊക്കെയാണത്? കുറുക്കനെയും കരടിയെയും കാണുകയാണ് അല്ലേ? കുറുക്കൻ ഓർ കരടി സേ മില. കരടിയെയും കുറുക്കനെയും കണ്ടു. മില എന്ന് വെച്ചാൽ എന്താ? കണ്ടു എന്നുള്ള അർത്ഥമാണ് അല്ലേ? അപ്പം കുറുക്കന് മിസ്സേ എന്താണ് ഹിന്ദിയിൽ പറയാ ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ പറയുന്നത് ലോമഡി എന്നാണ്. എന്താണ്? ലോമഡി എന്നാണ് എന്തിന് പറയുന്നത്? കുറുക്കന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ മിസ്സേ കരടിക്ക് എന്താ പറയുന്നത് ചോദിച്ചാൽ എന്താ പറയുന്നേ? ബാലു എന്നാണ് അല്ലെ? എന്താണ്? ബാലു എന്നാണ് നമ്മൾ എന്തിന് പറയുന്നത്? കരടിക്ക് പറയുന്നത്. അപ്പൊ മക്കൾ പഠിച്ചേ, എന്താണ്? കുറുക്കൻ എന്താണ്? ലോമഡി എന്ന് പറയും. കരടിക്ക് എന്ത് പറയും? ബാലു എന്ന് പറയും. ആനയ്ക്ക് എന്ത് പറയും? ഹാത്തി എന്ന് പറയും അല്ലേ? ഓക്കെ, അങ്ങനെ രണ്ടാൾക്കാരും കണ്ടു അല്ലേ? അപ്പൊ നമ്മുടെ വിനു എന്ത് പറഞ്ഞടാ? എന്ത് പറഞ്ഞു? ഹലോ എന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ വിനു എന്ത് പറയാണ്? ഹലോ ബത്താത്തി ഹുയി ആകെ ചലാ. ഹലോ ലോമഡി, ഹലോ ബാലു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആകെ ചല അല്ലേ? മുന്നോട്ട് പോകുകയാണ്. ആകെ ചല എന്ന് വെച്ചാൽ എന്താ? മുന്നോട്ട് പോകുകയാണ്. മുന്നോട്ട് പോകുന്ന വഴിക്ക് രണ്ടാൾക്കാരും കൂടി കാണുകയാണ്. ആരൊക്കെയാണ് അത്? നോക്കിക്കേ, ഒരു മാനിനെ കാണുകയാണ്. പിന്നെന്താണ്? ഒരു മുയലിനെ കാണുകയാണ് അല്ലേ? ഡാഷ് അല്ലേ? ഡാഷ് ഗാസ് ഓർ ഡാഷ് കേല ഗാ രഹേ തേ. നമ്മുടെ മാൻ ഘാസും. ഘാസ് എന്ന് വെച്ചാൽ എന്താടാ? പുല്ലിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ഘാസ് എന്ന് പറയുന്നത്. കേല എന്ന് വെച്ചാൽ എന്താ?
പഴമാണ് അല്ലേ, വാഴപ്പഴം. ബനാനയ്ക്കാണ് നമ്മൾ കേല എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ മാന് ഗ്രാസ് തിന്നുകൊണ്ടിരിക്കുകയാണ്, പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. മുയൽ എന്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്? കേല തിന്നുകൊണ്ടിരിക്കുകയാണ്, വാഴപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മിസ്സേ, ഈ മാനിന് എന്താ ഹിന്ദി പറയുന്നത് ചോദിച്ചാൽ മക്കൾ എന്താ പറയാൻ പോകുന്നത്? മാനിന് ഹിന്ദിയിൽ നമ്മൾ ഹിരൺ എന്നാണല്ലേ പറയാൻ പോകുന്നത്. ഹിരൺ എന്നാണ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. നമുക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തോന്നും, പക്ഷെ നമ്മൾ എഴുതി പഠിച്ച എല്ലാം സിമ്പിൾ ആണല്ലേ. മിസ്, ഇനി മുയലിന് എന്താ ഹിന്ദി പറയുന്നത് ചോദിച്ചാൽ മക്കൾ എന്ത് പറയും? ഖർഗോഷ് എന്നാണല്ലേ. എന്താണ്? ഖർഗോഷ് എന്നാണ് നമ്മൾ മുയലിന് ഹിന്ദിയിൽ പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ വിനു എന്താണ്? ഹാത്തിപ്പുറത്തിരുന്ന് ഇങ്ങനെ പോകുന്ന വഴിക്കാണ് ഇവരൊക്കെ കാണുന്നത് അല്ലേ. അങ്ങ് മുന്നോട്ട് പോകുമ്പം രണ്ടാൾക്കാരും കൂടി കാണുകയാണ്. ആരൊക്കെയാ കാണുന്നത് നോക്കിക്കേടാ? ഒരു ബില്ലീനെ കാണുകയാണല്ലേ. എന്താണ്? ഒരു ബില്ലീനെയും പിന്നെന്താണ് കുത്തിയെയും കാണുന്നുണ്ട്. ആര്? നമ്മുടെ വിനു അല്ലേ. നോക്കിക്കേ, ബില്ലിക്ക് എന്താണ്? ബില്ലി എന്ന് വെച്ചാൽ എന്താ? ഈ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കുന്ന ആരാണ്? പൂച്ചയാണല്ലേ. പൂച്ചയ്ക്ക് അപ്പൊ ഹിന്ദിയിൽ എന്താ പറയുന്നത്? ബില്ലിയാണല്ലേ. ഈ വാലാട്ടി നിൽക്കുന്ന ആളാരാണ്? നായയാണ്. നായക്ക് അപ്പൊ ഹിന്ദിയിൽ എന്താ നമ്മൾ പറയുന്നത്? കുത്ത എന്നാണല്ലേ. അപ്പൊ ബില്ലിനെയും കുത്തിയും എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ബില്ലിയും കുത്തിയും ഏക സാത്ത് ഗേൽ രഹേത്തെ, അവർ രണ്ടാളും എന്താ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഏക സാത്ത് ഗേൽ രഹേത്തെ എന്ന് വെച്ചാൽ എന്താ? ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂച്ചയ്ക്ക് ബില്ലി എന്നാണ് പറയാന്ന് പഠിച്ചു. പിന്നെന്താണ്? നായ്ക്ക് കുത്ത എന്നാണ് പറയുന്നത് പഠിച്ചു അല്ലേ. ഓക്കെ അല്ലേ? അങ്ങനെ അവൻ പോകുമ്പം വേറൊരു സാധനത്തില് ആരോ ഇരുന്ന് ടാറ്റ കാണിക്കുന്നത് കാണാണല്ലേ. എന്താണടാ? ഡാഷ് കെ പേട് പർ ബാറ്റ് കർ ഡാഷ് ടാറ്റ ബോല, ഡാഷ് കെ പേട് പർ. പിക്ചറിൽ കാണുന്നത് എന്താടാ? ചക്കയാണല്ലേ. ചക്കയ്ക്ക് എന്താ നമ്മൾ ഹിന്ദി പറയുന്നത്? ചക്കയ്ക്ക് നമ്മൾ കട്ഹൽ എന്നാണ് പറയുന്നത്. എന്താണടാ? കട്ഹൽ എന്നാണ് പറയുന്നത്. മറന്നു പോവോ മക്കള്? അപ്പൊ കട്ഹലിന്റെ പേട് പർ ബാറ്റ് കർ, മരത്തിൽ ഇരുന്നിട്ട് ഒരാള് ടാറ്റ എന്ന് പറയാണല്ലേ. ആരാണ് ടാറ്റ എന്ന് പറയുന്നത് നോക്കിക്കേ. ടാറ്റ ആരാ പറയുന്നേ? ബന്ദറാണ് പറയുന്നത്. കൊരങ്ങനാണല്ലേ പറയുന്നത്. അപ്പൊ കൊരങ്ങന് ഹിന്ദിയിൽ എന്താ പറയുന്നേ? ബന്ദർ എന്നാണല്ലേ. അപ്പൊ എന്താണ്? ബന്ദർ എന്ന് എഴുതല്ലേ. എഴുതി പഠിക്കണേ, മറന്നു പോവരുതേ മക്കള്. അപ്പൊ എന്താണ്? കൊരങ്ങന് നമ്മൾ എന്ത് പറയും? ബന്ദർ അല്ലേ. അപ്പൊ ബന്ദർ എന്താ പറഞ്ഞേ? ടാറ്റ എന്ന് പറയുന്നില്ലേ. എന്നാണ് കട്ഹലിന്റെ പേടിയിൽ ഇരുന്നിട്ട് ടാറ്റ എന്ന് പറയാണല്ലേ. അപ്പൊ നമ്മുടെ വീണു എന്ത് ചെയ്തടാ? വിനു ബി ടാറ്റ ബോല. വിനു എന്ത് ചെയ്തു? ടാറ്റ ടാറ്റ ബന്ദറേ എന്ന് പറഞ്ഞല്ലേ. ടാറ്റ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിനു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റിയടാ പെട്ടെന്ന് നോക്കിക്കേ. വഹ് ഡാഷ് കെ ഊപ്പർ സെ നീച്ചെ ഗിരാ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ആളാണ്. ആരാണ്? നമുക്കറിയാം അല്ലേ. മക്കൾ പറഞ്ഞു എന്താണ്? ഹാത്തിയാണല്ലേ. ഹാത്തിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സാധനമാണ്. സിമ്പിൾ അല്ലേ? ആണല്ലേ. ആനയാണ്. ഇനി നമ്മൾ ആന എന്നല്ല പറയുന്നേ. ഉത്സവത്തിൽ നമുക്ക് അമ്മേനോട് പറയാം, അമ്മേ ഇതിന് ഹാത്തി എന്നാണ് പറയുന്നേ, ഹിന്ദി മിസ് പഠിപ്പിച്ചെന്നല്ലേ പറയില്ലേ. അപ്പൊ എന്താണ്? ഹാത്തി എന്ന് വെച്ചാൽ എന്താണ്? ആനയ്ക്ക് നമ്മൾ ഹാത്തി എന്നാണല്ലേ പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ്? ഹാത്തിക്ക് ഊപ്പർ സെ, ഹാത്തിയുടെ മുകളിൽ നിന്നും നീച്ചെ ഗിരാ. പെട്ടെന്ന് എന്ത് പറ്റിയടാ? താഴെ വീണു പോവാണല്ലേ. അപ്പൊ നമ്മുടെ വിനുമോൻ എന്താണ്? ഹാത്തിപ്പുറത്തൊക്കെ ഇരുന്ന് പോവുമായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റി? നീച്ചെ ഗിരാ. ഗിരാ എന്ന് വെച്ചാൽ എന്താടാ? വീണു അല്ലേ. അവൻ എന്ത് പറ്റി? വീണു. എന്നിട്ടോ? ഓർ ചില്ലാനയിലേക്കാ. എന്നിട്ട് എന്താണ്? ആർത്ത് വിളിക്കാൻ തുടങ്ങിയല്ലേ. അയ്യോ അമ്മേ, ഞാൻ ആനപ്പുറത്തുനിന്ന് വീണേ, ഞാൻ ഹാത്തിപ്പുറത്തുനിന്ന് വീണേന്ന് പറഞ്ഞിട്ട് ചില്ലാനയിലാക്കി അല്ലേ. ചില്ലാന എന്ന് വെച്ചാൽ എന്താ? ആർത്ത് വിളിക്കുന്നതിനല്ലേ ചില്ലാന എന്ന് പറയാം. അപ്പൊ എന്ത് പറ്റിയടാ? മാമാ മാമി ദോടിക്കറായി. നമ്മുടെ മാമനും മാമിയൊക്കെ ഓടി വരികയാണല്ലേ. അയ്യോ വിനുമോനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടല്ലേ ഓടി വരികയാണ്. ക്യാ ഹുവാ ബേട്ടാ, എന്ത് പറ്റി മോനെ എന്ന് ചോദിക്കുകയാണല്ലേ. മേനേക്ക് സപ്ന ദേക്ക. അപ്പൊ നമ്മുടെ വിനു എന്ത് പറഞ്ഞടാ? ഞാനുണ്ടല്ലോ ഒരു സപ്ന ദേക്ക, സ്വപ്നം കണ്ടതാണെന്ന് പറയാണല്ലേ. അപ്പടാ നമ്മുടെ ഹാത്തിപ്പുറത്തിരുന്ന് പോയതും നമ്മുടെ ഹിരണ്ണ കണ്ടതും ബന്ദറിനോട് ടാറ്റ പറഞ്ഞതൊക്കെ എന്താണ്? ഒരു സ്വപ്നമായിരുന്നു, ഒരു സപ്നയായിരുന്നു അല്ലേ. വിനുവിനെ കഹ, വിനു പറയാണല്ലേ. അതോടുകൂടി നമ്മൾ കഥ കഴിയാണ്. ഈ കഥ കണ്ട് മക്കളെ പേടിക്കൊന്നും വേണ്ട. നമുക്കിതിൽ പഠിക്കുന്നത് എന്താണ്? കുറച്ച് മൃഗങ്ങളുടെ പേര് മാത്രമാണ്. അത് മക്കള് നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. എന്താണ്? നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കിയാലോ. ലാസ്റ്റത്തെ പറച്ചിലാണ്. ഇതോടുകൂടി നമ്മൾ പഠിക്കുന്ന ഈ വീഡിയോടുകൂടി എന്താണ്? നമ്മൾ ജാൻവറുകളെ മൊത്തം, നമ്മുടെ മൃഗങ്ങളെ മൊത്തം പഠിച്ചു കഴിയാണല്ലേ. നോക്കിക്കേടാ, ആനയ്ക്ക് നമ്മൾ എന്ത് പറയുന്നു? ഹാത്തി എന്ന് പറയുന്നു. നമ്മുടെ കുറുക്കൻ എന്ത് പറയുന്നു? ലോമിഡി എന്ന് പറയുന്നു. നമ്മുടെ കരടിക്ക് നമ്മൾ എന്ത് പറയുന്നു? ബാലു എന്ന് പറയുന്നു. മാനിന് എന്ത് പറയുന്നു? ഹിരൺ എന്ന് പറയുന്നു. ഖർഗോഷ് എന്ന് വെച്ചാൽ എന്താണ്? മുയലാണ്. ബില്ലി എന്ന് വെച്ചാൽ എന്താണ്?
പൂച്ചയാണ്. നായ്ക്ക് നമ്മൾ കുത്ത എന്ന് പറയുന്നു. പിന്നെ ബന്ദർ എന്ന് വെച്ചാൽ എന്താണ്? കുരങ്ങനാണ് അല്ലേ. ഒരു എക്സ്ട്രാ 2 ആൾക്കാരും കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. നോക്കിക്കേടാ, കുതിരയ്ക്ക് നമ്മൾ എന്ത് പറയൂടാ? ഘോഡ എന്ന് പറയും. എന്താണ്? കുതിരയ്ക്ക് നമ്മൾ ഘോഡ എന്ന് പറയും. പിന്നെന്താണ്? സിംഹത്തിന് നമ്മൾ എന്ത് പറയും? ഷേർ എന്ന് പറയും അല്ലേ. എന്താണ്? സിംഹത്തിന് നമ്മൾ ഷേർ എന്ന് പറയും. ഇത് 2 മക്കൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കൾ നന്നായിട്ട് പഠിച്ചിട്ട് പോയിക്കോളാം. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. നന്നായിട്ട് പഠിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, ബൈ.